അത് ഇതുപോലത്തെ പുകിലൊന്നും ആയില്ല. പിന്നെ ഇന്ന് വരെ അങ്ങനെ ഒരു സാധനങ്ങളെ ഞങ്ങൾ ആ വഴിക്ക് കണ്ടിട്ടില്ല. അപ്പൊ ഈ ഭാഷയെ മനസ്സിലാവച്ച ഇതും ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകും, നാട്ടുകാരെന്ന നിലയില്, ഹിന്ദു എന്ന നിലയില്. കാരണം ഒരു ഹിന്ദു മതം മാറിപ്പോയാൽ ഒരു ഹിന്ദു കുറയല്ല ചെയ്യണത്, രാഷ്ട്രത്തിനൊരു ശത്രു സൃഷ്ടിക്കപ്പെടുക ചെയ്യണത്. അനുഭവങ്ങൾ പഠിപ്പിക്കുന്നത് അതാണ്. രാഷ്ട്രത്തിനൊരു ശത്രുവിന്റെ എണ്ണം കൂട്ടാൻ ഞങ്ങൾ ഇനി സമ്മതിക്കില്ല. ഞങ്ങളുടെ എണ്ണം കുറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പരിഭ്രമമൊന്നുമില്ല. ഉള്ളവർക്ക് ആത്മബലം ഉണ്ടായാൽ മതി. പക്ഷേ ഒരെണ്ണം കുറഞ്ഞാൽ അത് രാഷ്ട്രത്തിന്റെ ശത്രുവായി മാറുന്നു. നാഗാലാൻഡിലായാലും ആസാമിലായാലും മിസോറാമിലായാലും ഇന്നത്തെ പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും അനുഭവം നമ്മെ പഠിപ്പിക്കുന്നതാണ്. എന്തിന് ഭാരതാംബ വെട്ടിമുറിച്ചു? എന്തിനെ മുറിച്ചത്? ഇന്ത്യയുടെ വലതു തോളിലും ഇടതുകക്ഷത്തും ഹിന്ദുവിന്റെ എണ്ണം ഒരൽപ്പം കുറവായി പോയി. അവിടെ വെട്ടിമുറിച്ച എണ്ണി തലയാവില്ല, എണ്ണി ഉണ്ടാവില്ല. കാരണം തല എണ്ണിയ മത ഏതാന്നറിയില്ല, വേറെ ചിലത് എണ്ണണ്ടീരും. അത് എണ്ണി ഭാഗം മേടിച്ചു കൊണ്ടുപോയില്ലേ നിങ്ങള്? ഹിന്ദുവാണോ മുസ്ലിം ആണോ എന്ന് എണ്ണി നോക്കിയിട്ട് ഭാഗം മേടിച്ചു കൊണ്ടുപോയില്ലേ? അതിൽ നിന്ന് പാഠം പഠിക്കണ ഹിന്ദു. ഒരെണ്ണം കുറയുമ്പോ അപ്പുറത്തൊരു ശത്രു കൂടുന്നു. ഇനിയും രാഷ്ട്രം വിഭജിക്കേണ്ടി വരും. അതൊഴിവാക്കാൻ നമുക്ക് സർവശക്തിയും സമാഹരിച്ചേ പറ്റൂ. അപ്പുറത്ത് ശത്രുവിന്റെ എണ്ണം കൂട്ടിയാ പറ്റില്ല. നമ്മൾ വളരെയധികം ബോധവാന്മാരാവണം. ഈ കന്യാസ്ത്രീകളുടെ മായാജാലങ്ങളിൽ വീഴുന്നതിൽ രാഷ്ട്രീയക്കാര് മാത്രമല്ല. അയ്യോ പാമേ, ഇവര് കർത്താവിന്റെ മണവാട്ടിമാര് ജീവകാരുണ്യ ചെയ്യണമെന്ന് പറയണ കുറെ ജന്തുക്കളുണ്ട്. തിരിച്ചറിവില്ലാത്ത കുറെ ജന്തുക്കളുണ്ട്. അവർക്കാണ് ആദ്യം രാഷ്ട്രീയക്കാരൊക്കെ. കാരണം അവന് നല്ലോണം അറിയാം. മാർക്സിസ്റ്റ് പാർട്ടിക്ക് നല്ലോണം അറിയാവുന്നതുകൊണ്ട് അവൻ ലിറ്റിൽ ഫ്ലവർ അങ്കമാലി അടിച്ചു തകർത്തതും മറ്റേടത്ത് പോയി നേരത്തെ ഹരിയേട്ടൻ പറഞ്ഞ കാര്യമൊക്കെ ചെയ്തത്. ഇപ്പൊ അവന് 10 വോട്ട് വേണം. അതിന്റെ കളി അവൻ കളിക്കണത്. പക്ഷെ ഇത് അറിയാത്ത കുറെ ജന്തുക്കളുണ്ട്. അവർക്ക് ഇതിന് ബോധം വരണം ഇവരെന്താ ചെയ്യണമെന്നുള്ളത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മദർ തെരേസ കൽക്കത്തയിലെ അഗതികളുടെ അമ്മയായിട്ട് വേണം. കൽക്കത്തയിലെ പാവങ്ങൾക്ക് ഒരു നേരത്തെ കഞ്ഞി കുടിക്കാനെങ്കിലും വഴിയുണ്ടായിരുന്നു. കൽക്കത്തയുടെ തൊട്ട അയലോക്ക ബംഗ്ലാദേശ്. അവിടെ പട്ടിണിയിൽ കിടന്ന് ആറാടാണ്. എന്തേ തിരിഞ്ഞു നോക്കാഞ്ഞ്? ഈ പാവങ്ങളുടെ അമ്മ അതിർത്തി ഒന്നും അപ്പുറം കടന്നില്ലല്ലോ. കടന്നാ വിവരറിയും. അത് മുസ്ലിം രാഷ്ട്രമാണ്. കടന്നാ വിവരറിയും. ഇവിടെ നിങ്ങൾ പട്ടാമ്പിയിലേക്ക്, എന്റെ നാട് പട്ടാമ്പി ഷൊർണൂർ ഭാഗത്തേക്ക് വരും. നേരം വെളിച്ചാകുമ്പോ വരണം. വടക്കോട്ട് വണ്ടി പോകുന്ന സമയത്ത് വരണം. കോഴിക്കോട്ടേക്കുള്ള വണ്ടികൾ പോകുന്ന സമയത്ത് വരണം. റെയിൽവേ സ്റ്റേഷനില് തിരൂര്, താനൂര്, പരപ്പനങ്ങാടി ഭാഗങ്ങളിലെ സമ്പന്നന്റെ വീട്ടിലേക്ക് പിച്ച തണ്ടാൻ പോകുന്ന മുസ്ലിം സഹോദരിമാരെ ഞാൻ കാണിച്ചു തരാം. നിരയായിട്ട് രാവിലത്തെ വണ്ടിക്ക് പോവാണ്. തിരൂര്, താനൂര് ഭാഗങ്ങളിലേക്ക്, പരപ്പനങ്ങാടി ഭാഗങ്ങളിലേക്ക്. എന്തേ അരിയും പയറും പാൽപ്പൊടിയായിട്ട് അവരുടെ ഇടയിൽ പോവാത്തത്? നേരത്തെ പറഞ്ഞതന്നെയാ, പോവാനേ പറ്റുമോ, തിരിച്ചു വരാൻ പറ്റില്ല. ഹിന്ദുവിന്റെ ബോധക്കടൊന്നും അവർക്കില്ല. അവര് വിവരം പഠിപ്പിച്ചു വിടും. അവിടെ ജീവകാരുണ്യ പ്രവർത്തനമായിട്ട് ചെന്നാൽ വിവരം പഠിപ്പിച്ചു വിടും. പാകിസ്ഥാനിലെ വിവരം അറിയാലോ എന്തേണ്ടായി എന്ന്. അവിടെ കുരിശെന്ന് കേട്ടാ വെട്ടാ. അത് കേൾക്കുക വേണ്ടുള്ളൂ. മതേതരന്മാർക്ക് ചെന്ന് നോക്കാൻ വളരെ അടുത്ത നാടാണല്ലോ. ഇവിടെ വലിയൊരു കുരിശുണ്ടാക്കിയിട്ട് ഈ ഹിന്ദുവിനെ ഒക്കെ കൂടി അതുമ്മ തറച്ചു കൊല്ലാന്ന് വിചാരിക്കണ്ട. ആ കാലമൊക്കെ കഴിഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ കർത്താവിനെ പോലും രക്ഷിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കണ്ട. നിങ്ങള് പട്ടിണിയിൽ നിന്നോ പരിവട്ടത്തിൽ നിന്നോ ഞങ്ങളെ രക്ഷിക്കണ്ട. അത് ഞങ്ങൾ സ്വയം രക്ഷപ്പെടാം. ഹിന്ദുവിന്റെ എല്ലാ പരാധീനതകളും തീർത്തത് ഹിന്ദുവാണ്. അവന് തെറ്റുകൾ ഒരുപാട് പറ്റിയിട്ടുണ്ട്. ഇടക്കാലത്ത് ജാതി വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അനാചാരങ്ങൾ അവനുണ്ടായിട്ടുണ്ട്. അതൊക്കെ തീർത്തത് ഹിന്ദു സ്വന്തമാണ്. മാർക്സിസ്റ്റുകാരൻ മസിൽ പിടിക്കണ്ട. ഞങ്ങളുടെ ഇടങ്ങളിലൊക്കെ മസിൽ പിടിക്കാറുണ്ട്. പാവപ്പെട്ട പട്ടികജാതി കോളനിയിലൊക്കെ എന്ത് പറയും? നിങ്ങളെ അമ്പലക്കുളത്തിൽ കുളിക്കാനാക്കിയത് ഞങ്ങളാണ്, നിങ്ങളെ അമ്പലത്തിൽ കയറ്റാനാക്കിയത് ഞങ്ങളാ. പാവങ്ങൾ ഇത് നേരാന്ന് വിശ്വസിക്കും. അതിലൊന്നും മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു പങ്കുമില്ല, യാതൊരു പങ്കുമില്ല. പുരോഗമനവാദികളായ ഇവിടുത്തെ തിരുവിതാംകൂറിലെയും കൊച്ചിയിലെയും ഭരണകൂടങ്ങളും രാജാക്കന്മാരും അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ പോലുള്ള ഹിന്ദുവിന്റെ ആത്മീയ ആചാര്യന്മാരുടെയും പ്രവർത്തനങ്ങളും അതിനോടൊപ്പം ഹിന്ദു സമൂഹം ഒരുമിച്ച് നിൽക്കുകയും ചെയ്തപ്പോഴാണ് അനാചാരങ്ങൾ ഇല്ലാതെയായത്. മുസ്ലിം സമുദായത്തിലുണ്ടല്ലോ കുറെ അനാചാരങ്ങള്. ഒന്ന് ചെന്ന് മാറ്റാൻ പറ്റുമോ മാർക്സിസ്റ്റ് പാർട്ടിക്ക്? ഹിന്ദുവിന്റെ അനാചാരം മാറ്റിയത് നിങ്ങളാന്ന് മസിൽ പിടിക്കണ്ടല്ലോ. ഒന്ന് പോയി മാറ്റാൻ പറ്റുമോ? പണ്ട് 87 വലിയ ആളുള്ളപ്പോ ഏലംകുളം മനക്കിലെ തമ്പ്രാൻ EMS ഉള്ള കാലത്ത് ഒരു ശ്രമം നടത്തിയോക്കി.
ഈ ഒരിക്കലും ശരിയാവാത്ത ഒരു ശരീഅത്തുണ്ട്, അതൊന്ന് ശരിയാക്കി എടുത്തളയാന്ന് തമ്പ്രാനൊരു പൂതിയൊക്കെ ഉണ്ടായി. ശരീഅത്തിനെതിരെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒന്ന് പറഞ്ഞു. ഈ 4 കെട്ടണത് ശരിയല്ല എന്ന് മൂപ്പരൊന്ന് പറഞ്ഞു പോയി. ഉടനെ പ്രകടനങ്ങളാണ് നാട് മുഴുവൻ. 1 കെട്ട് 4 കെട്ട് നമ്പൂരിപ്പാടിന്റെ ഓളയും കെട്ടും എന്ന് പറഞ്ഞു. അതോടെ ഫുൾ സ്റ്റോപ്പ്. പിന്നെ ഇന്ന് ഈ നേരം വരെ ആ ശരിയാവാത്ത സാധനത്തുമ്പോ മാർസിസ്റ്റുകാരൻ കയറി പിടിച്ചിട്ടില്ല. എന്നാ നിങ്ങളാണോ ഹിന്ദുവിന്റെ അനാചാരം മാറ്റി എന്ന് പറയുന്നത്? അപ്പുറത്ത് കിടക്കണുണ്ട് മതങ്ങൾ, ഒന്ന് ചെല്ല്, അവരുടെയൊക്കെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമോ നോക്ക്. അപ്പൊ ഇവിടെ നമ്മൾ ബോധവാന്മാരായേ പറ്റൂ. കെനിയയിൽ നിന്ന് ഓടി വന്ന് രാഖി രാമായണം ഓടിപ്പോയാലും ഒരു ബർണാഡ്, ആ ആടിന്റെ നാട്ടില് നിത്യ പട്ടിണിയാണ്. അവനവന്റെ കണ്ണിലെ കോലെടുത്തിട്ട് പോലെ ആരാന്റെ കണ്ണിലെ കരടെടുക്കണത്? ഇവിടുത്തെ പട്ടിണി മാറ്റാൻ ക്ഷണിച്ചിരുന്നു നമ്മള്. സ്വന്തം നാട്ടിലെ അയലോക്കാരന് 4 അരിയുടെ കഞ്ഞി വെച്ചു കൊടുത്തിട്ട് ഇവിടേക്ക് അരിയും പയറുമായിട്ട് വരായിരുന്നു അയാള്. അപ്പൊ ലക്ഷ്യം ജീവകാരുണ്യല്ല, ലക്ഷ്യം മതം മാറ്റം, പുറമെ നിന്നൊഴുകി വരുന്ന കോടികൾ. ഇതാണ് ലക്ഷ്യം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എന്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുട്ടിക്കാലത്ത് മലപ്പുറം ജില്ലയിലെ പള്ളി സ്കൂളിലാണ് അത്ര പഠിച്ചത്. ഈ പള്ളി സ്കൂളില് മെലിഞ്ഞുണങ്ങിയ കുട്ടികളെയൊക്കെ തെരഞ്ഞെടുത്ത് നോക്കിയിട്ട് ഫോട്ടോ എടുക്കും ഇത്ര ഇങ്ങനെ. അപ്പൊ ഇവരൊക്കെ ഈ ഫോട്ടോ ഒന്നും കാണാത്ത സാധനമാണല്ലോ. അപ്പൊ എന്റെ അച്ഛനാകുമ്പോ എന്റെ മാതിരി തന്നെ ഇരിക്കും ഏകദേശം. ഇവരൊക്കെ ആ ഫോട്ടോയിൽ പെടും. ഈ ഫോട്ടോയിൽ ഇങ്ങനെ ചിരിച്ച് കളിച്ച് നിൽക്കും. പിന്നെയാണ് അത്ര അറിയണേ ഈ ഫോട്ടോ ഒക്കെ പുറത്തൊക്കെ അയച്ചു കൊടുക്കുകയാണ് അത്ര. കാരണം ഇവിടെയൊക്കെ പട്ടിണി മാറ്റാൻ അവിടുന്ന് ഇങ്ങനെ ലക്ഷങ്ങൾ വരുത്താനുള്ള ഒരു ഉപാധിയായിരുന്നു ഈ ഫോട്ടോകളെന്ന. ഇത് വർഷങ്ങൾ ഇശയായി, അരനൂറ്റാണ്ടിന് മുമ്പത്തെ കഥയാണത്. അപ്പൊ അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ പണം വരുത്താനുള്ള ഉപാധി, അതിന് ഹിന്ദുവിനെ ചട്ടുകമാക്കാൻ പറ്റില്ല. നമ്മൾ ബോധവാന്മാരായേ പറ്റൂ. ഒരു കോളനിയിലും അല്ലെങ്കിൽ ഒരു ഹിന്ദു വീട്ടിലും ഈ ജീവകാരുണ്യവുമായിട്ട് വരരുത്. അതിനുള്ള തന്റെ ഇനി അവർക്കുണ്ടാകരുത്. ആ ഒരു ഭാഗത്ത് ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നാട്ടുകാരെന്ന നിലയിൽ, സംഘടനകൾ എന്ന നിലയിലല്ല, നാട്ടുകാരെന്ന നിലയിൽ ഹിന്ദു ബോധവാനായേ പറ്റൂ. കാരണം ഹിന്ദു 49% അന്ന് തീർന്നു ഈ മതേതരത്വം എന്നുള്ള സാധനം. അതുവരെ വേണ്ടു മതേതരത്വം. അപ്പൊ കാശ്മീരിൽ ഈ പറഞ്ഞ സാധനം ഉണ്ടോ മതേതരത്വം? കാരണം എന്താ വെച്ചാൽ അവിടെ 50% ഹിന്ദു ഇല്ല, 50% ഹിന്ദു ഇല്ല. മലേഷ്യ മതേതരത്വ രാഷ്ട്രമായിരുന്നു. പക്ഷേ 51% ഹിന്ദുവായ ആ സുദിനത്തിലെ, അല്ല 51% മുസ്ലിമായ ആ സുദിനത്തിലെ മലേഷ്യ മുസ്ലിം രാഷ്ട്രമായിട്ട് പ്രഖ്യാപിച്ചു. അതോടുകൂടി മതേതരത്വം കഴിഞ്ഞു. അപ്പൊ നമ്മൾ 49% ആയാൽ അന്ന് പൂട്ടി മതേതരത്വത്തിന്റെ ആപ്പീസ്. അത് പൂട്ടുക നല്ലത്, സംശയമൊന്നുമില്ല. കാരണം ഈ മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താന്ന് നാളൊരു പത്രത്തിലുണ്ടായിരുന്നു, മതം കൊണ്ട് വലുതും തരാക്കാൻ പറ്റണത്. അതാണ് മതേതരത്വം. ഇന്ന് നമ്മളത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മതം കൊണ്ട് വലുതും തരാക്കാൻ പറ്റണ ഈ മതേതരത്വം ഇനി നമ്മുടെ ചെലവിൽ നടക്കരുത്. ബോധവാന്മാരാവുക. മുദ്രാവാക്യം വിളിക്കാനും ജാഥ നടത്താനും പ്രസംഗിക്കാനും മാത്രമല്ല നമുക്കറിയൂ എന്ന് സമൂഹത്തിന് മനസ്സിലാക്കണം. സൂക്ഷ്മമില്ലാത്തവന്റെ മുതൽ നാണമില്ലാത്തവൻ തിന്നുക എന്നുള്ളത് നാട്ടുനടപ്പാണ്. ആ നാണമില്ലാത്തവർക്ക് ഇനി നമ്മുടെ മുതൽ തിന്നാൻ കിട്ടരുത്. രാഷ്ട്രീയക്കാരന് ഹിന്ദുവിന്റെ മുതലെടുത്ത് ഹിന്ദുവിനെ കുറ്റം പറയാൻ പറ്റരുത്. നമ്മുടെ ക്ഷേത്രങ്ങൾ മോചിപ്പിക്കണം. അവിടെയൊക്കെയാണ് ഇതിന്റെ നമുക്കൊരു രോഗം വന്നാൽ തൽക്കാലം പുറമേക്കുള്ള രോഗലക്ഷണങ്ങൾ ചികിത്സിച്ചു മാറ്റാം. അതാണ് ഒളവണ്ണയിലൊക്കെ നടന്നത്. പുറത്തേക്കുള്ള രോഗലക്ഷണങ്ങൾ ചികിത്സിച്ചു മാറ്റി, പനിയും തലവേദനയൊക്കെ നിർത്തി. പക്ഷെ ഇനി സ്കാനിങ് നടത്തിയിട്ട് രോഗം എന്താ എന്ന് കണ്ട് അതിന്റെ ആഴത്തിലെ ചികിത്സ നടത്തണം. ആ ചികിത്സ ഈ ക്ഷേത്രങ്ങളുടെ മോചനം 1. 2, ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ തിരിച്ചറിഞ്ഞ് അവർക്ക് പ്രത്യുത്തരം കൊടുക്കാൻ പഠിക്കണം. കണ്ടെടുത്തും കേട്ടെടുത്തും ഒക്കെ കൊണ്ടുപോയിട്ട് കണ്ണും ചിമ്പി കുത്തണ സ്വഭാവം അവസാനിപ്പിക്കുക. ആ നേരം കൊണ്ട് പോളിംഗ് ബൂത്തിൽ പോവാതെ 4 ഏരി കപ്പ നടുക. ആവശ്യം വരുമ്പോ പറിച്ചു തിന്നാൻ കണ്ട നസ്രാണികളുടെ അരിയും പയറും തിന്നേണ്ടി വരില്ല. പോളിംഗ് ബൂത്തിൽ പോണ നേരം കൊണ്ട് അത് ചെയ്യുക. ഹിന്ദുവിന് ഉപകരിക്കുന്നവന് വേണ്ടി മാത്രം വോട്ട് ചെയ്യുക. അതല്ല എങ്കിൽ നാളെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇവിടെ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഒക്കെ അവസ്ഥ? അതൊക്കെ മതം മാറ്റത്തിന് വാതിൽ തുറന്നു കൊടുക്കാനുള്ള മറ്റൊരു വഴിയാണ്. അതൊക്കെ എന്താ പറയണേ? കുഞ്ഞാലിക്കുട്ടിയും കൂട്ടരും പറയണത് ഇവിടെ 7000 ചില്ലാനം പോസ്റ്റ് മുസ്ലിങ്ങൾക്ക് കമ്മിയാണ്.
മുക്കാചക്രത്തിന്റെ ശമ്പളം കിട്ടണ ഗുമസ്തന്മാരെയും ശിപായിമാരുടെയും എണ്ണ എടുത്തിട്ടാ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് 7000 മുസ്ലിങ്ങൾ കുറവ്. ഇവിടുത്തെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയാം. ഈ ഭാഗത്തെ എന്നല്ല, മലബാറിലെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എത്ര മുസ്ലിം കുട്ടി ഒരു സ്കൂളിലുണ്ടോ, ഒരു LP സ്കൂളിലുണ്ടോ എന്ന് എണ്ണി നോക്കിയിട്ട് അതിനാനുപാതികമായിട്ട് അറബി മാഷന്മാരെ വെക്കാം. LPയില്, അത് സൗദി അറേബ്യയിലല്ലോ, കേരളത്തില് റാ രാ താ എന്ന് പഠിക്കാൻ തുടങ്ങണ കുട്ടിക്ക് അവൻ മുസ്ലിം ആയാൽ മതി. അവൻ അറബി പഠിക്കാൻ താല്പര്യം ഉണ്ടോന്നൊന്നും അറിയണ്ട. അവൻ മുസ്ലിം ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വേറെന്തൊക്കെയോ എണ്ണി നോക്കിയിട്ട് അറബി മാഷന്മാരുടെ പോസ്റ്റ് കൊടുക്കും. എന്നാ കൂടെ സംസ്കൃതം പഠിപ്പിക്കണം തോന്നുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഷ